ഈ ഒരു വീക്കിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് മോട്ടോർ സൈക്കിൾ അപ്ഡേറ്റ് ന്യൂസ് നോക്കാം. അതിൽ ഫസ്റ്റത്തെ അപ്ഡേറ്റ് റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ GSTയിൽ മാറ്റം വന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ GST കുറച്ചുകൊണ്ട് തന്നെ പുതിയ മോഡൽ മെട്രോ 350ൻ്റെ പുതിയ മോഡൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. GSTയിൽ മാറ്റം വന്നതിന് ശേഷം ഇറക്കിയ ഫസ്റ്റ് മോഡലാണ് മെട്രോ 350ൻ്റെ പുതിയ 2025 വേർഷൻ. എടുത്തു വരേണ്ട വലിയ മാറ്റങ്ങളൊന്നും വണ്ടിക്ക് വന്നിട്ടില്ല. ആ ഒരു LED ലൈറ്റും ട്രിപ്പിൾ പോഡും ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. 4 വേരിയൻറ്റിൽ ഏകദേശം 7ഓളം കളേഴ്സിലാണ് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. വണ്ടിയുടെ പുതിയ പ്രൈസ് 1,96,000 രൂപയാണ് ഡൽഹി എക്സ്ഷോറൂം പ്രൈസ്. അപ്പോൾ ഓരോ വേരിയൻറ്റ് മാറുന്നതനുസരിച്ച് പ്രൈസിൽ വ്യത്യാസം വരും. രണ്ടാമത്തെ അപ്ഡേറ്റ് CF മോട്ടോഴ്സിൻ്റെ ആണ്. CF മോട്ടോഴ്സിൻ്റെ 450 MT എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഡ്വഞ്ചർ മോഡൽ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ലോഞ്ച് ഇപ്പം കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. CF മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു ചൈനീസ് ബ്രാൻഡാണ്. അവരൊരു അഡ്വഞ്ചർ സ്റ്റൈലൊരു മോട്ടോർ സൈക്കിളാണ് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. ഒരു കിടല ലുക്കിൽ തന്നെയാണ് വണ്ടി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള അഡ്വഞ്ചർ സ്റ്റൈലാണ്. വണ്ടിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 449cc ആയിട്ടുള്ള പാരലൽ 10 സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. 44 bhp പവർ 8500 RPM ജനറേറ്റ് ചെയ്യുന്നത്. 44 Nm ഓഫ് ടോർക്ക് 6215 RPM ജനറേറ്റ് ചെയ്യുന്നത്. വണ്ടിയുടെ എക്സ്പെക്റ്റഡ് പ്രൈസ് ഒരു 3.9 lakh ആണ് എക്സ്ഷോറൂം. ഡിസംബറിലാണ് വണ്ടി ഇന്ത്യയിലോട്ട് ലോഞ്ച് പ്ലാൻ ചെയ്യുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് കീവയുടെ ഭാഗത്തു നിന്നാണ്. GST കുറഞ്ഞുകൊണ്ട് തന്നെ കീവയുടെ എല്ലാ മോഡലിനും പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. കീവയുടെ SR 125ന് 8,750 രൂപയോളം കുറഞ്ഞു. ഇപ്പോഴത്തെ പ്രൈസ് 1,16,000 രൂപയാണ്. SR 250ക്ക് 10,780 രൂപയോളം കുറഞ്ഞു. ഇപ്പോഴത്തെ പ്രൈസ് 1,43,000 രൂപയാണ്. പിന്നെ അവരുടെ 300cc മോഡലിന് ഏകദേശം 15,000 തൊട്ട് 25,000 രൂപയോളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. നാലാമത്തേത് BMWയുടെ അപ്ഡേറ്റ് ആണ്. BMWയുടെ G310RRൻ്റെ പുതിയ മോഡൽ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. പുതിയ മോഡൽ ലോഞ്ച് ചെയ്യുമ്പോൾ വണ്ടിക്ക് പ്രൈസ് കുറവായിരിക്കും. ഇതൊരു 310cc എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ 350cc താഴെ വരുന്ന എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ GST കുറവായതുകൊണ്ട് തന്നെ വണ്ടിക്ക് പ്രൈസ് കുറയും. ഏകദേശം 25,000 രൂപയോളാണ് വണ്ടിക്ക് കുറയാൻ പോകുന്നത്. പുതിയ മോഡലിൽ കുറച്ച് മാറ്റങ്ങളും വരും. നമ്മൾ RR 310 കണ്ട ഒരുപാട് കാര്യങ്ങളായിരിക്കും ഈ ഒരു മോഡലിന് അവർ കൊടുക്കാൻ പോകുന്നത്. വണ്ടിൻ്റെ എഞ്ചിൻ്റെ ഔട്ട്പുട്ടിൽ മാറ്റം ഉണ്ടാവും. ഏകദേശം 38 bhp പവറാണ് പുതിയ മോഡലിന് അവർ കൊടുക്കാൻ പോകുന്നത്. പിന്നെ വണ്ടിക്ക് ഒരു ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ, ക്രൂയിസ് കൺട്രോൾ, ലോഞ്ച് കൺട്രോളൊക്കെ അവർ കൊടുക്കുന്നതായിരിക്കും. BMWയുടെ ഒരു എൻട്രി ലെവലായിട്ട് ഒരു ഫുള്ളി ഫൈഡ് ആയിട്ട് ഒരു മോട്ടോർ സൈക്കിളാണ് G310RR. TVSൻ്റെ ഹോർസൂർ പ്ലാന്റിലാണ് ഈ ഒരു ബൈക്കൊക്കെ അവർ നിർമ്മിക്കുന്നത്. അപ്പോൾ TVSൻ്റെ സൈഡിൽ നിന്ന് പുതിയൊരു 450cc ഉള്ളൊരു മോഡൽ വരുന്നുണ്ട് എന്നുള്ള റൂമേഴ്സ് ശക്തമായിട്ട് തന്നെയുണ്ട്. BMWൻ്റെ മറ്റൊരു അഡ്വഞ്ചർ ബൈക്ക് വരുന്ന കാര്യം നിങ്ങൾക്കറിയായിരിക്കും. ഒരു 450cc GS എന്ന് പറഞ്ഞിട്ട് ആ ഒരു എഞ്ചിനുള്ള മോഡൽ, ആ ഒരു എഞ്ചിൻ വെച്ചിട്ട് TVSൻ്റെ ഒരു ബൈക്കും കൂടി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. G310RR ഉടൻ തന്നെ ലോഞ്ച് ചെയ്യും. പിന്നെ TVSൻ്റെ ബൈക്കിൻ്റെ കാര്യം ഇപ്പോൾ കൺഫേം അല്ല. എന്തായാലും 2026 കൂടി വണ്ടി ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്.